നിങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ നിങ്ങളൊരു ഡബ്ബിങ് എന്ന് പറയുന്നത് ഭയങ്കര യാത്രയാണ്. മദ്രാസിന് പോകണം. അയ്യോ പിന്നെ മദ്രാസിൽ പോകുന്നത് മാത്രമല്ല, മദ്രാസിൽ ഇന്നത്തെ ഡബ്ബിങ് എന്ന് വെച്ചാൽ മിക്കവാറും തമിഴ് ആൾക്കാരാണ് ടെക്നീഷ്യൻസ് ഒക്കെ. അപ്പോൾ അന്ന് നമ്മൾ സിനിമയിൽ അഭിനയിച്ച അത് എ ക്ലാസ്, ബി ക്ലാസ്, സി ക്ലാസ്. എ ക്ലാസ്സിൽ ഒരു 1.5 മാസം 2 മാസം എ ക്ലാസ്സുകളെല്ലാം ഉണ്ട്. ആകെ 10-20 പ്രിൻ്റേ എടുക്കുകയുള്ളൂ. ഞാൻ ആദ്യം വരുമ്പോഴൊക്കെ 18 പ്രിൻ്റ് 20 പ്രിൻ്റാണ്. എല്ലാ പ്രധാനപ്പെട്ട സ്റ്റേഷനിൽ മാത്രമേ ഉള്ളൂ. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, അങ്ങനെയുള്ള പ്രധാന ഇത് അതിൻ്റെ ബി സ്റ്റേഷനിൽ വരണം. ചങ്ങനാശ്ശേരി, തിരുവല്ല ഒക്കെ പിന്നെയാണ് വരുന്നത്. അപ്പോൾ അതിനോട് അനുബന്ധിച്ച സ്ഥലങ്ങൾ അതുപോലെയാണ് എല്ലാ സ്ഥലങ്ങളും. ഇത് മുഴുവൻ കളിച്ച് വരണമെങ്കിൽ 1.5 വർഷം എടുക്കും. അപ്പോൾ ഈ സിനിമയുടെ സൈഡിലാണ് ഈ സൗണ്ട് ട്രാക്ക് ഉള്ളത്. അപ്പോൾ ഈ മെഷീനിൽ കൂടി ഒരു പൽച്ചക്രത്തെ കൂടിയാണല്ലോ ഫിലിം ഓടുന്നത്. അപ്പോൾ ഇത് തേയും. തേഞ്ഞ് കഴിയുമ്പോൾ ഈ ഓല തിയേറ്ററിലൊക്കെ വരുമ്പോഴേക്കാണ് ശബ്ദം കാണുകയില്ല. അതുകൊണ്ട് നമ്മൾ ഡബ് ചെയ്യാൻ ചെയ്യുന്നത് സാർ ലൗഡർ പേസ്, ലൗഡർ പേസ്. അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഇങ്ങനെ പറയേണ്ടി വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ലെവലിൽ സംസാരിക്കണം. അതാണ് അന്നത്തെ ഡബ്. അപ്പം നമ്മൾ ലൗഡർ പേസ് അല്ലോ. അപ്പം നമ്മൾ നാടകത്തിൽ നിന്ന് മാറിയിട്ടാണ് സിനിമയിലേക്ക് വന്നത്. അപ്പം സിനിമയിലേക്ക് വന്നിട്ട് അതിനകത്തെ ഡയലോഗ് പറയേണ്ടത് നാടകത്തിലെ പോലെ. നാടകത്തിൽ പ്രേക്ഷകനിലെ മൈക്കിലേക്ക് എത്തണമെങ്കിൽ ത്രോ വേണമല്ലോ. അപ്പം ആ ത്രോയും കൂടെ കൊടുക്കും. അപ്പോൾ അതിൻ്റെ അസാംഗത്വമുണ്ട്, ഇൻകോൺഗ്രീറ്റി ഉണ്ട്. അത് ചിലപ്പോൾ പ്രശ്നമാണ്. അത് അഭിനയത്തിനെ ബാധിക്കും.